ഹായ് ഫ്രണ്ട്സ്, ഐ എം അഭിജിത്ത്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക്, അതായത് പുലിമുരുകൻ ഒരു റിവ്യൂ, എൻ്റെ വക ഒരു റിവ്യൂ നൽകാൻ വേണ്ടിയാണ്. പലരെയും റിവ്യൂ ഞാൻ ഇങ്ങനെ കണ്ടു. അവർ കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. അതോടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വക ഒരു റിവ്യൂ നൽകാമെന്ന് വിചാരിച്ചു. അപ്പം പുലിമുരുകൻ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ടൊരു ഈ കഴിഞ്ഞൊരു 3-4 മാസത്തിനിടെ ഇങ്ങനെ കേൾക്കുക. ഇതിങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്, 25 കോടിയിനകത്ത് മുടക്കിയ ഒരു സിനിമയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് കൂടുതലും ആകാം, എനിക്കറിയില്ല. എന്തായാലും പുലിമുരുകൻ എന്ന സിനിമ ഒരു രക്ഷയും ഇല്ല. കാരണം ഈ വമ്പൻ ഹൈപ്പൊക്കെ വരുന്ന പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരില്ല. കാരണം അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാസിനോ എന്ന് പറഞ്ഞ സിനിമയുണ്ട് നമ്മുടെ മുമ്പിൽ. ആ പടം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ച് പോയി കണ്ടൊരു സിനിമയാണ്. അപ്പം നമ്മൾ ഉദ്ദേശിച്ചത്ര വന്നിട്ടില്ലായിരുന്നു. അപ്പം ഈ ഹൈപ്പ് ഇത്ര കൂടുതൽ കൊടുത്ത് ആക്കുന്ന സിനിമ എനിക്കൊരു ഉൾഭയം ഉണ്ടായിരുന്നു. കാരണം എന്തായി തീരും, അങ്ങനൊരു ഉൾഭയം ഉണ്ടായിരുന്നു. പക്ഷേ തിയേറ്ററിൽ പോയി സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരു രക്ഷയില്ല. ഒരു ക്ലീൻ ഫാമിലി എന്റർടൈൻമെന്റ് എന്നല്ല, ഫാമിലി എന്റർടൈനർ അല്ല, എല്ലാ വിധത്തിലുള്ള ആൾക്കാർക്കും, ജസ്റ്റ് ഫാമിലി എന്ന് മാത്രം പറയേണ്ട ആവശ്യമില്ല, എല്ലാ വിധത്തിലുള്ള ആൾക്കാർക്കും പോയി സിനിമ കാണാം. എല്ലാ ചേരുവകൾ കൂടി ഒത്തിണങ്ങിയ ഒരു സിനിമയാണ് പുലിമുരുകൻ. ഇനി പുലിമുരുകനിലോട്ട്. സിനിമ ഏകദേശം തുടങ്ങുന്ന ഫസ്റ്റ് 10 മിനിറ്റിനകത്ത് കാണിക്കുന്നത് വെച്ചാൽ ലാലേട്ടന്റെ ചെറുപ്പകാലമാണ്. ചെറുപ്പകാലം അഭിനയിച്ചത് അജാസ് കൊല്ലം എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. നോ രക്ഷ. പയ്യന്റെ അഭിനയം ഒരു രക്ഷയില്ല വേണം പറയാൻ. അത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാണ് ലാലേട്ടൻ എൻട്രി. മാസം നല്ല മരണമാസം എന്ന് പറയാം. അയ്യോ, അപ്പോഴത്തേനെ തിയേറ്റർ മൊത്തം ഇളകി മറിഞ്ഞ് എന്തോ ഇപ്പൊ പറയുന്നേ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ലാലേട്ടന്റെ അടിമട്ടേക്ക്. അത് കഴിഞ്ഞ് ഡയറക്ടർ വൈശാഖ് ഇങ്ങനൊരു ചാൻസ് എടുത്തതിന് പുള്ളിയോട് ആദ്യം ഒരു താങ്ക്സ് പറയും. കാരണം വെച്ചാൽ ന്യൂജൻ സിനിമകളാണല്ലോ കൂടുതൽ റിലീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ വിജയിക്കുന്നതും. അപ്പം ഇത്ര മാസമൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു സിനിമ വിജയിക്കുക, അത് ഇത്രയും കളക്ഷൻ നേടുക, അതിന് പുള്ളിക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. പിന്നെ വേറെ കഥാപാത്രങ്ങൾ, ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുവാണെങ്കിൽ കമാലിനി മുഖർജി, അത് ലാലേട്ടൻ്റെ വൈഫായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്. നേരത്തെ ഉള്ള സിനിമയൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നെത്തോലി ഒരു ചെറിയ മീനല്ല. അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസമാണ് ഇതിലെ ആക്ടിങ്ങും ആക്ട്രസ് കൊടുത്ത എഫേർട്ടും എല്ലാം ഡിഫറെൻ്റ് ആണ്. അത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. പിന്നെ ക്യാമറ വർക്ക്സ് ചെയ്ത് ഷാജി കുമാർ എന്നൊരു പുള്ളിയാണ്. നോ രക്ഷ. എന്താ പറയുക, കാട് അവിടുത്തെ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഒപ്പി എടുത്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. പിന്നെ ഷൂട്ടും കാര്യമൊക്കെ നടന്നത് കോതമംഗലം, കുട്ടമ്പുഴ എന്ന് പറഞ്ഞ ഫോറസ്റ്റിലായിരുന്നു നടന്നത്. പിന്നെ പുലിയുമായിട്ടുള്ള സംഘടന രംഗങ്ങളെല്ലാം നടന്നത് വിയറ്റ്നാമിലായിരുന്നു. അതിന് ഇവിടുന്ന് പെർമിഷൻ ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ ചിലർക്കൊക്കെ ഡൗട്ട് വരാം, ഇത് പുലിയാണോ കടുവയാണോ? ചിലർ പറയുന്നത് കടുവയാണ്, പുലിയാണ്. അത് സിനിമയിൽ തന്നെ, അത് അവരുടെ വിശ്വാസമാണ്, അത് സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. വരൻ പുലി സംതിങ് പറയുന്ന ടൈമിൽ അത് എനിക്ക് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റില്ല. അപ്പത്തേനെ ക്രൗഡിന്റെ അലയും കാരണം എന്ന് വെച്ച് ഞാനും അത് പറയുന്നില്ല. വരൻ പുലി അത് വിശേഷിപ്പിക്കുന്നുണ്ട് അതിനകത്ത്, അത് ഫസ്റ്റ് ഹാഫിനകത്ത് തന്നെ പറയുന്നുണ്ട്. പിന്നെ പറയുവാണെങ്കിൽ
മാസം മരണമാസ് ഫൈറ്റാണ്. അപ്പം ചിലർ എന്നോട് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു, ഇതുപോലെ ഇത്ര ഫൈറ്റ് വേണ്ടായിരുന്നു, കുറെ എണ്ണം നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയായിരുന്നു. അത് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം വെച്ച് അത്രയും ഫൈറ്റൊക്കെ വേണം, എന്നാലേ നമുക്കൊരു ഇൻട്രസ്റ്റ്. ചിലർ പറഞ്ഞ ലാഗ് ആയിരുന്നു, എനിക്ക് സെക്കൻഡ് ഹാഫ് ഒക്കെ വന്നപ്പോൾ ലാഗായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് അങ്ങനെ ലാഗും അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല. ഒരു ക്ലീൻ, ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് നമുക്ക് സിനിമ തരുന്നത്. ഒരു രക്ഷയില്ല, എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും പോയി കാണാം. അപ്പം ഫൈറ്റിൽ ഇങ്ങോട്ട് വരുമ്പോൾ പീറ്റർ ഹെയിന് നോ രക്ഷ. പുള്ളിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തിരിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ലാലേട്ടനാണ് അതുപോലെ എഫേർട്ട് എടുത്ത് മൊത്തം സീക്വൻസും ഒരു രക്ഷയില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് പുള്ളിക്കാരന് 2 സല്യൂട്ട് കൊടുക്കുക. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 കോടി മുതൽ മുടക്കി അതിനകത്ത് മുതൽ മുടക്കി നടത്തിയ റിലീസ് ചെയ്തൊരു സിനിമയാണ്. പിന്നെ മ്യൂസിക് BGM ആണ് നോ രക്ഷ. BGM വരുന്ന ടൈമിലാണല്ലേ ഞാൻ ജസ്റ്റ് റൗണ്ട് അടിച്ച് നോക്കി. എനിമേ BGM ഒക്കെ വരുമ്പോഴത്തേന് നമ്മുടെ ഒരു എക്സ്പ്രഷൻ അറിയാമല്ലോ. ഞാൻ ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കി. ആൺ പെൺ ഭേദമില്ലാതെ തന്നെ എണീച്ച് കൈയടിക്കുന്നു, ക്ലാപ്പടിക്കുന്നു, പേപ്പർ ചുട്ടി അങ്ങോട്ട് എറിയുന്നു ഇങ്ങോട്ട് എറിയുന്നു. നല്ല രസമായിരുന്നു തിയേറ്ററില്. പിന്നെ മ്യൂസിക്കാണ് ഓക്കെയാണ്, വലിയ കുഴപ്പമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. BGM ആണ് എടുത്തു പറയേണ്ടത്. ഒരു രക്ഷയില്ലാതാണ് BGM ചെയ്തിരിക്കുന്നത്. അല്ല ടോണും കാര്യമൊക്കെ ആണേലും നല്ല രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ ടോമിച്ചൻ മുളകോടാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടൈഗറിന്റെ ഷൂട്ടും കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ടൈഗറിന്റെ ഷൂട്ടും കാര്യമെല്ലാം വിയറ്റ്നാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നത്. അപ്പം ഇവിടെ അതിന് പെർമിഷനും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് വിയറ്റ്നാമിലാണ് നടന്നത്. പിന്നെ അഭിനയം ഇങ്ങനെ പോയി കഴിയുമ്പം ലാലേട്ടന് തന്നെ ഒപ്പത്തിന് നിൽക്കുന്ന ഒരു ആക്ടർ എന്ന് പറയാം ലാൽ സാർ. കാരണം വെച്ചാൽ പുള്ളിക്കാരന്റെ അഭിനയം നമുക്കറിയാമല്ലോ, ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ്. അപ്പം ലാലേട്ടന്റെ കൂടെ ഒപ്പം തന്നെ ലാൽ സാർ നിൽക്കുന്നുണ്ട്. അത് നോ രക്ഷ, ഒന്നും പറയാൻ ഇല്ല. പിന്നെ ലാലേട്ടൻ ആ സിനിമയ്ക്ക് കൊടുത്തേക്കുന്ന എഫേർട്ട് എല്ലാം വ്യത്യാസം. ഇത്രയും നാൾക്കിടയിൽ ഇറങ്ങിയ കുറെ സിനിമകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു സിനിമ ഇപ്പോഴാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി വരാം, അത് പിന്നത്തെ കാര്യമല്ലേ. ഇത്രയും നാളിന്റെ ഇടയിൽ ഇപ്പം ചിലരൊക്കെ അവകാശപ്പെടാം 25 കോടി അതിലും കൂടുതൽ മുതൽ മുടക്കി കുറെ സിനിമ ഉണ്ടാകാം. അതെല്ലാം വിട്ടേക്ക്. നമുക്ക് ഇത്രയും നാൾക്കിടെ 25 കോടി മുതൽ മുടക്കി ഒരു സിനിമ ഇത്രയും ഹിറ്റ്. ഞാനൊരു പത്തനംതിട്ടക്കാരനാണ്. ഇവിടെ അശ്വതിയിലൊക്കെ പോയാൽ അറിയാം, വൻ തിരക്ക്. ഞാൻ തന്നെ ഇവിടുന്ന് ചേച്ചി വിളിച്ചിട്ട് പോയി ക്യൂ നിർത്തി ടിക്കറ്റ് മേടിച്ചാണ് കയറിയത്. അപ്പം ക്രൗഡ് ഇപ്പോഴും ഭയങ്കര ക്രൗഡും കാര്യം ഫാമിലിയും എല്ലാവരോടാണ് വന്ന് കാണുന്നത്. ലാലേട്ടനും ഒരു പത്തനംതിട്ടക്കാരനാണ്, അപ്പൊ അറിയാലോ, അതാണ്. അപ്പം സിനിമ ഒരു കാരണവശാലും സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാതിരിക്കല്ലേ, അത് വലിയൊരു നഷ്ടമായിരിക്കും. ചിലർ പറയും ഇത്രയും ക്രൗഡാണ്, CD വരട്ടെ എന്നാൽ DVD വന്നിട്ട് കാണാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് 100% എന്നെ വിശ്വസിക്കാം, നമ്മുടെ ഫാൻസിനെ വിശ്വസിക്കാം, എല്ലാവരും വിശ്വസിച്ച് ലാലേട്ടനെ വിശ്വസിച്ച് സിനിമ പോയി കാണാം. അടിപൊളി എന്നല്ലാതെ എന്തോ പറയുന്നത്, സൂപ്പർ. എൻ്റെ ഒരു റേറ്റിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ 5ൽ 4 റേറ്റിംഗ് കൊടുക്കും. കാരണം അത്രയും കൊടുക്കാം. കാരണം വെച്ചാൽ മലയാള സിനിമ ഇതുപോലൊരു, കാരണം വെച്ചാൽ ചില സിനിമയിലൊക്കെ ആനിമേഷൻ കാണിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിൽ ആനിമേഷൻ കാണിക്കുന്ന ടൈമിൽ, ഒരു ഈഗിളിനെ കാണിക്കുന്ന ടൈമിൽ അത് ഫസ്റ്റ് ടൈമിൽ ഒരു രക്ഷയില്ല. സെക്കൻഡ് കുറച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ചെറിയ ഗ്രാഫിക്സിന്റെ ഇതൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കണം, മലയാള സിനിമയാണ്, ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പം മറ്റുള്ള ഗ്രാഫിക്സും കാര്യമൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല. സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഒരു കാരണവശാലും മിസ് ചെയ്യില്ല. അപ്പം ഇപ്പൊ തന്നെ ഏകദേശം 30 കോടിക്കകം മുടക്കുമുതലും കാര്യം എല്ലാം തിരിച്ചു കിട്ടിയെന്നാണ് എൻ്റെ ഒരു അറിവ്. 30 കോടി കഴിഞ്ഞു എന്നൊക്കെയാണ് ഞാനും ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണും, ഒരു കാരണവശാലും മിസ് ചെയ്യല്. എല്ലാ പ്രായക്കാർക്കും പോയി കാണാം, പോയി കണ്ടു നോക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ BGM ഒക്കെ വന്ന ടൈമിൽ എനിക്കിപ്പം കയ്യിലൊക്കെ ഒരു രോമാഞ്ചം
കയ്യിലോ ഇങ്ങനത്തെ പറയാലോ. ആണോ അങ്ങനെ ഫീൽ ചെയ്തു. എനിക്ക് എണീച്ച് നിന്ന് ഒരു ക്ലാപ്പ് അടിക്കണം എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അതുപോലെ രസമാണ്. ഒരു വിഷ്വൽ ട്രീറ്റ്. ആദ്യം തൊട്ട് അവസാനം വരെ ലാഗോ അങ്ങനെ ഒന്നുമില്ല. ഒരു കാരണവശാലും അങ്ങനെയൊന്നും പറഞ്ഞ് സിനിമ കാണാൻ പോയിരിക്കില്ല. DVD വരട്ടെന്നൊന്നും പറഞ്ഞ് കാണാൻ പോകരുത്. ഒരു കാരണവശാലും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. അതാണ് മെയിൻ. DVD ഒക്കെ ഇറങ്ങുമല്ലോ, അത് പിന്നത്തെ കാര്യം. അപ്പം സിനിമ തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സോ കാര്യമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പൊങ്കാല ഇടുന്നവർക്ക് പൊങ്കാല ഇടാം. എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ്സ് എന്തെങ്കിലും ചെയ്യാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നിടം വരെ വീണ്ടും കാണാം. അപ്പം ഓക്കെ, ബൈ.